നിറഞ്ഞ ഗുരുക്കന്മാര്, ജ്യോതിഷ പണ്ഡിതന്മാര്, ജ്യോതിശാസ്ത്രത്തിലും മറ്റ് ശാസ്ത്രത്തിലും അതീവമായി വിശ്വസിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ഔട്ടം നക്ഷത്രത്തിൻ്റെ ദശകളും അതിൻ്റെ ഗുണവിശേഷങ്ങളുമാകുന്നു. ഞാൻ മലയങ്കീഴ് പുരുഷോത്തമൻ ജ്യോത്സ്യൻ. ഔട്ടം നക്ഷത്രത്തിൻ്റെ സ്ഥിതി തന്നെ രണ്ട് കൂറുകളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഒന്ന് മകരക്കൂറും ഒന്ന് കുംഭക്കൂറും. രണ്ട് കൂറുകളും ശനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. നക്ഷത്ര ആധിപൻ ചൊവ്വയാകുന്നു ഇവരുടേത്. അപ്പോൾ ചൊവ്വയ്ക്ക് ഒരു പ്രാധാന്യമുള്ളത്, ഇവർ ചുറുചുറുക്കോടുകൂടി ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്യുന്നവരും, യൂണിഫോം ഇട്ട തൊഴിൽ ചെയ്യുന്നവരും, ഫയർഫോഴ്സ്, ഇലക്ട്രിസിറ്റി, എഞ്ചിനീയറിംഗ്, മോഡേൺ ടെക്നോളജി എന്നിവയിൽ ഇവർക്ക് സ്ത്രീ പുരുഷ ഭേദമെന്ന് തൊഴിൽ കിട്ടാനുള്ള യോഗം. അതുപോലെ തന്നെ പോലീസ്, ഇപ്പം പറയുകയാണെങ്കിൽ ITI ഫീൽഡ്, മെഡിക്കൽ ഫീൽഡ്, ഫാർമസി ഫീൽഡ്, ഇതിനെല്ലാം ഇവർക്ക് അനുകൂലാവസ്ഥകളും കൊടുക്കും. അവർക്കത് ചെയ്തു തീർക്കാനുള്ള ശക്തിയും കഴിവും ബുദ്ധിയും യോഗങ്ങളും പ്രത്യേകമായി കാണപ്പെടുന്നു. മകരക്കൂറിൽ ജനിച്ചവരും കുംഭക്കൂറിൽ ജനിച്ചവർക്കും ഓരോ പ്രത്യേകതകളുണ്ട്. മകരക്കൂറുകാർ കൂടുതലും വിദേശത്ത് നിൽക്കുന്നവരായിട്ടാണ് കാണാറുള്ളത്. കുംഭക്കൂറിൽ ജനിച്ചവർ കൂടുതലും വിദേശവാസവും സ്വദേശവാസവും രണ്ടും അനുഭവിക്കേണ്ടി വരുന്നു. കുംഭക്കൂറുകാർ വിദേശത്ത് പോകുക എന്ന് പറഞ്ഞാൽ തൊഴിലിന് വേണ്ടി മാത്രമല്ല, പഠനത്തിന് വേണ്ടിയുമാണ്. അതുപോലെ മകരക്കൂറും വിദേശത്ത് പോകുക എന്ന് വെച്ചാൽ കൂടുതലും പഠനത്തിനും അവിടെ നിന്ന് പഠിച്ച് നാട്ടിൽ വന്ന് തൊഴിലുകൾ ചെയ്യാനും അവർ വളരെ അനുകൂലമാണ് പൊതുവെ ഈ രണ്ട് കൂറുകാർക്കും. ഔട്ടം തൗട്ടിലും നേടുമെന്ന് ഒരു ചൊല്ല് ആളുകൾ പറയാറുണ്ട്. അതിന് കാരണം ഇവർ ആത്മാർത്ഥമായി ഏത് കാര്യം ഏർപ്പെടുത്തിയിരുന്നാലും അവ ചെയ്തു തീർക്കും. കർമാധികനും 10ഉം 11ഉം ഭാവാധിപതിയായ ശനിയുടെ ആധിപത്യമാണ് ഇവർക്കുള്ളത്. അപ്പോൾ ശനി എന്ന് പറയുന്നത് 10ഉം ഭാവാധിപതി മകരം കുംഭൻ രാശിയുടെ ആധിപത്യം ഇവരിൽ കൂടുതൽ കാണുന്നത് കൊണ്ട് ഇവർക്ക് ശനിയെപ്പോലെ തന്നെ ഏത് തൊഴിൽ ചെയ്യാനുള്ള ധൈര്യവും തൻ്റെ ഇടവും വീര്യാവസ്ഥകളും ഉണ്ടാകപ്പെടുന്നു. 10ഉം 11ഉം ഭാവാധിപതിയുടെ ആധിപനെന്ന് വെച്ചാൽ മേടം ലഗ്നത്തിന്റെ 10ഉം 11ഉം ഭാവാധിപത്യത്തിന്റെ ആധിപത്യമാണ് ശനിക്കുള്ളത്. അതാണ് നേരത്തെ സൂചിപ്പിച്ചവ. അതുകൊണ്ട് ഇവർക്ക് പൊതുവെ ദൈവകടാക്ഷവും ദൈവാനുഗ്രഹവും കൂടുതലായി കാണപ്പെടുന്നു. ഇവർ സത്യസന്ധന്മാരും നീതിയെ പുലർത്തുന്നവരും നീതിമാന്മാരും, വീട്ടിലായാലും നാട്ടിലായാലും കർഷകരോട് വളരെ ആഭിമുഖ്യം കാണിക്കുകയും കാർഷികമായ വിളകൾ തന്നെത്താനും ചെയ്യുന്നതിൽ താല്പര്യവും, കൃഷിയിലും കന്നുകാലി വളർത്തലിലും മറ്റ് സ്വയം തൊഴിൽ കണ്ടുപിടിക്കുന്നതിലും ഉദ്യോഗം ഉള്ളവരും ഇല്ലാത്തവരും വളരെ താല്പര്യത്തോടുകൂടി നിൽക്കുന്നതായി നാം കാണപ്പെടുന്നു. കാരണം ചൊവ്വ സ്വാധീനവും ശനി സ്വാധീനവും ഇവർക്ക് പൊതുവെ കർമ്മം ചെയ്ത് ലാഭം ഉണ്ടാക്കാനുള്ള പ്രത്യേകതകൾ ഇവരുടെ ഗുണവിശേഷങ്ങളാകുന്നു. ഇവർക്ക് വിവാഹ ജീവിതം പൊതുവെ നന്നായിരിക്കും. ഭരണി, പൂരം, പൂരാടം, പൂയം, ഔട്ടം, അനിഴം, മകയിരം, ചിത്തിര എന്നീ നക്ഷത്രങ്ങൾ ഇവർക്ക് വിവാഹത്തിന് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. സ്ത്രീകൾക്കും പുരുഷനുക്കും ഒരുപോലെ തന്നെയാണ് ഇതിൻ്റെ അവസ്ഥ. പിന്നെ സ്ത്രീകൾക്കാണെങ്കിൽ ഔട്ടം മുതൽ 3, 5, 7 നാളുകൾ വിവാഹത്തിന് പാടുള്ളതല്ല. ഇവർ ജനിക്കുന്നത് ചൊവ്വ ദശയിലാണ്. ചൊവ്വയ്ക്ക് 7 കൊല്ലമാണ്. നമുക്ക് ഏതാണ്ട് ഒരു 4 കൊല്ലം അതിന് ജന്മശിക്ഷ എടുക്കാം. അങ്ങനെ 4 കൊല്ലം ചൊവ്വ ദശയിൽ 4 5 കൊല്ലം എടുക്കാം. ആ ചൊവ്വ ദശാകാലത്ത് കുടുംബത്തിന്
പൊതുവെ ഉന്നതിയും ഭാഗ്യങ്ങളും കൊടുക്കും. ആദ്യകാലങ്ങളിൽ സ്വല്പ ബാലപീഡകൾ ഉണ്ടാവുമെങ്കിലും കുഞ്ഞിന്റെ 4-5 വയസ്സിനകത്ത് ഗ്രഹയോഗവും സഹോദര ഗുണവും ഭൂമിയോഗവും ഉണ്ടാകാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതിനുവേണ്ടി ശിവനെയും മുരുകനെയും പൂജിച്ചു കൊണ്ടാൽ ഇവർ ഔട്ട നക്ഷത്രത്തിന്റെ തുടക്കത്തിലുള്ള ബാലപീഡകളും ബാലാരിഷ്ടതകളും മാറപ്പെടും. അടുത്തത് രാഹുർ ദശയാകുന്നു. 18 കൊല്ലം. 4-5 കൊല്ലം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ 4 കൊല്ലം എടുക്കാം. അപ്പൊ 4 കൊല്ലം ചൊവ്വാദശയും ശേഷം 18 കൊല്ലം രാഹുർ ദശയും. അങ്ങനെ 18ഉം 4ഉം 22 വയസ്സ് വരെ ഇവർക്ക് രാഹുർ ദശയാകുന്നു. സ്ത്രീകൾക്കാണെങ്കിൽ 20-21 വിവാഹത്തിന് ഒരു യോഗമുണ്ട്. അല്ല എങ്കിൽ 25 ശേഷമാകും. രാഹുർ ദശ ഔട്ട നക്ഷത്ര ജാതകർക്ക് പൊതുവെ 5, 7, 9 ഈ കാലങ്ങളിൽ അല്പ അരിഷ്ടതകളും സ്ഥാനം മാറിയുള്ള വീടുകൾ, കുടുംബത്തിന് മാതാവിനും പിതാവിനും സ്ഥാനം മാറി തൊഴിലുകൾ ചെയ്യാനുള്ള യോഗമുണ്ട്. ശേഷം കുടുംബത്തിനടുത്ത് തന്നെ തൊഴിലുകൾ ലഭിക്കുവാനും തൊഴിൽ ഉന്നതിയും കാണപ്പെടുന്നു. 8, 10, 12, 15, 20 ഈ കാലങ്ങളിൽ ഇവർക്ക് പഠനവും ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ തുടക്കവും സ്ത്രീ പുരുഷ ഭേദമന്യേ ചെയ്യാവുന്നതാകുന്നു. രാഹുർ ദശയിൽ ഇടവിട്ട് ഇവർക്ക് അലർജി സംബന്ധമായോ ത്വക്ക് സംബന്ധമായോ ഉള്ള രോഗങ്ങൾ വന്നേക്കാം. ആ സമയങ്ങളിൽ അതാത് ചികിത്സ ചെയ്ത് മാറ്റാവുന്നതാണ്. രാഹുർ ദശയുടെ, അതായത് സർപ്പദശയുടെ അനുഭവ സിദ്ധിക്ക് വേണ്ടി ആയില്യ പൂജയും സർപ്പ പുണ്യ നാഗക്ഷേത്രങ്ങളിൽ പോയി സർപ്പാരാധനകളും നടത്തുന്നത് ഇവർക്ക് ഉത്തമമായിരിക്കും. അപ്പോൾ 18ഉം 4ഉം 22 വയസ്സ് വരെ രാഹുർ ദശ പറഞ്ഞു. അടുത്തത് 16 കൊല്ലം വ്യാഴദശ. 22ഉം 16ഉം 8, 38 വയസ്സ് വരെ. വ്യാഴദശയിൽ ഔട്ട നക്ഷത്ര ജാതകർക്ക് പൊതുവെ സൽഗുണ അനുഭവങ്ങൾ ഉണ്ടാകും. 25, 26 പൂർണ്ണ ഉദ്യോഗവും, പുരുഷനാണെങ്കിൽ 26നും 27നും മധ്യേ നല്ല വിവാഹബന്ധവും, സ്ത്രീക്കാണെങ്കിൽ 20 വയസ്സിൽ നടന്നില്ല എങ്കിൽ 23, 24 നല്ല വിവാഹയോഗവും കാണപ്പെടുന്നു. ശേഷം ഇവർക്ക് സന്താനം, ബന്ധു സമാഗമം, ഉദ്യോഗ വിജയം, പുതിയ ഗ്രഹം, വാഹനം, സുഖം, സന്തോഷം, സൽകീർത്തി, കുടുംബജീവിത ഭദ്രത എന്നിവയെല്ലാം ഈ കാലഘട്ടത്തിൽ അവർക്ക് ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ വ്യാഴന് ദശയിൽ ഇവർക്ക് സാമ്പത്തികമായി നേട്ടങ്ങൾ, ഒപ്പം തന്നെ മാതാവിനും പിതാവിനും സഹോദരങ്ങൾക്കും ഇവരെ കൊണ്ട് വലിയ നേട്ടങ്ങളും ഐശ്വര്യങ്ങളും കിട്ടപ്പെടും. വ്യാഴദശ ഈ കാലത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് ഇവർക്ക് സാമ്പത്തികമായും മാനസികമായും വളരെ സന്തോഷമായിരിക്കും. ഒപ്പം നല്ല സന്താന യോഗവും വ്യാഴദശയിൽ 28നും 30നും 32, 31 ഈ കാലഘട്ടങ്ങളിൽ നല്ല സന്താന യോഗം ഇവർക്ക് ലഭിക്കും. ഈ വ്യാഴദശയുടെ അനുഭവ സിദ്ധിക്ക് വേണ്ടി കൃഷ്ണന് പാൽപായസവും വിഷ്ണു ക്ഷേത്രത്തിൽ അർച്ചനകളും ആരാധനകളും, ഒപ്പം ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയും നടത്തിക്കൊള്ളേണ്ടതാകുന്നു. അത് കഴിഞ്ഞാൽ അടുത്ത് ശനിദശ 19 കൊല്ലം. ബന്ധുജന സമാഗമം, നല്ല ഭവനം, പൂർവിക സ്വത്തുകൾ ലഭിക്കാനുള്ള യോഗം, പൂർവികമായി തറവാടിൽ നിന്നും ലഭിക്കേണ്ട സ്വത്തുക്കൾ ലഭിക്കുകയും പൂർവ്വ തറവാടുകൾ സ്ത്രീ പുരുഷ ഭേദമന്യേ അവർക്ക് ലഭിക്കുകയും ചെയ്യും. ശനിദശയിൽ സന്താനങ്ങൾക്ക് പഠനൈശ്വര്യം, അവർക്ക് പഠനത്തിന് വേണ്ടിയുള്ള സഹായങ്ങളും അവരെ പഠിപ്പിക്കാനും ജോലി വാങ്ങിക്കാനുള്ള വ്യഗ്രത കുടുംബക്കാർക്ക് ഉണ്ടാകുകയും, അങ്ങനെ 19 കൊല്ലം ശനിദശ കൂടെ വന്നതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞ ഇത്രയും 57 വയസ്സ് വരെയും
ഈ ശനി ഇവർക്ക് ഉത്തമ ഭാഗ്യ ഐശ്വര്യങ്ങളെ നൽകപ്പെടും. ശനിദശയുടെ അന്ത്യത്തിൽ ഇവർക്ക് യാത്രകൾ പൊതുവേ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ശനിദശയുടെ അന്ത്യത്തിൽ സന്താനങ്ങൾക്ക് ഉദ്യോഗ വിജയവും ഉദ്യോഗ കീർത്തിയും, ചിലർക്ക് ദശാന്ത്യത്തിൽ സന്താനങ്ങൾക്ക് മംഗളാദി കർമ്മങ്ങളും അനുഭവയോഗമാകുന്നു. ഈ ശനിദശയുടെ അനുഭവ സിദ്ധിക്ക് വേണ്ടി വിഷ്ണുവിന് പാൽപായസം, കൃഷ്ണന് പാൽപായസം, ശാസ്താവിന് നീലാഞ്ജനം, ഹനുമാന് വടമാല, പിന്നെ തമ്പുരാൻ ക്ഷേത്രങ്ങൾ, തമ്പുരാൻ മാടൻകോവിൽ, മാടൻ തമ്പുരാൻ എന്നീ ക്ഷേത്രങ്ങളിൽ അർച്ചന ആരാധനകൾ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും. അത് കഴിഞ്ഞാൽ 17 കൊല്ലം ബുധദശ. ബുധൻ പൊതുവെ ഇവർക്ക് വളരെ ഐശ്വര്യങ്ങളെ ഉണ്ടാക്കും. സന്താനങ്ങൾക്ക് പുഷ്ടി, സന്താന ഐശ്വര്യം, അവർക്ക് വിവാഹാദി മംഗളകർമ്മങ്ങൾ, സന്താനങ്ങളെ കൊണ്ട് നേട്ടം, യോഗം, ഭാഗ്യം, ഭാഗ്യ ഐശ്വര്യങ്ങളും, തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് പുതിയ തൊഴിലുകൾ ചെയ്യുവാനുള്ള യോഗവും, സർവീസ് ചെയ്യുന്നവർക്ക് വിരമിച്ച് പുതിയ തൊഴിലുകൾ ചെയ്യുകയും അതിൽ നിന്നുള്ള ലാഭങ്ങൾ ഉണ്ടാക്കുകയും കുടുംബത്തിൻ്റെ സമ്പത്തും സുഖവും വർദ്ധിപ്പിക്കാനുള്ള സമയം ബുധദശയിൽ ഇവർക്ക് അനുകൂലമായി ലഭിക്കപ്പെടുന്നു. ബുധദശയുടെ അനുഭവസിദ്ധിക്ക് വേണ്ടി വിഷ്ണുപ്രീതി, ഹനുമാപ്രീതി യഥാവിധി നടത്തേണ്ടതാകുന്നു. അടുത്ത് 7 കൊല്ലം കേതുദശ. പൊതുവെ മധ്യമ ഗുണവും. അത് കഴിഞ്ഞാൽ ശുക്രദശ 20 കൊല്ലം. അങ്ങനെ ഇത്രയും കാലം അവർക്ക് ദൈവാധീനത്തോടുകൂടി അനുഭവിക്കാൻ യോഗം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് ധരിക്കേണ്ട രത്നങ്ങൾ, അതായത് കല്ലുകൾ: ചൊവ്വയ്ക്ക് പവിഴം, രാഹുവിന് ഗോമേതകം, വ്യാഴദശയിൽ പുഷ്യരാഗം, ശനിക്ക് ഇന്ദ്രനീലം, ബുധന് മരതകം, കേതുവിന് വൈദൂര്യം, ശുക്രന് വൈരക്കല്ല്. ഇവ ധരിക്കുകയും ചില സന്ധികളിലും പ്രയാസമുള്ള കാലഘട്ടത്തിൽ നവരത്ന മോതിരം ധരിക്കുന്നതും ഉത്തമമായിരിക്കും. അതുപോലെ തന്നെ നവഗ്രഹാർച്ചന, കുങ്കുമാർച്ചന, ദേവി പ്രീതി ഇവയെല്ലാം ഇവർ കൂടെ വരുത്തുന്നതും ഉത്തമമായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി എൻ്റെ ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു.